ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് എന്ന നമ്മുടെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ആദ്യ യൂണിറ്റിലെ ആക്ടിവിറ്റികളും ചോദ്യോത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഈ പാഠത്തിനെക്കുറിച്ചുള്ള ഷോർട്ട് സമ്മറിയും ചോദ്യോത്തരങ്ങളും മലയാള പരിഭാഷയോടു കൂടിയുള്ള വിശാലമായൊരു ക്ലാസും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ പാഠഭാഗത്തിന്റെ വശങ്ങളിലായി കൊടുത്തിട്ടുള്ള വൈൽ വി റീഡ് ക്വസ്റ്റ്യൻസും ഉത്തരങ്ങളും നോക്കാം. എ. ചോദ്യം: Why does the sight of the old man frighten Pelayo? അർത്ഥം: വൃദ്ധനെ കണ്ടപ്പോൾ പെലായോ ഭയപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഉത്തരം: The sight of the old man frightens Pelayo because it was hard for him to see what was moving and groaning in the rear of the courtyard. അർത്ഥം: മുറ്റത്തിന്റെ പിൻഭാഗത്ത് എന്താണ് അനങ്ങുന്നതെന്നും ഞരങ്ങുന്നതെന്നും വ്യക്തമായി കാണാൻ കഴിയാത്തതുകൊണ്ടാണ് വൃദ്ധനെ കണ്ടപ്പോൾ പെലായോ ഭയപ്പെട്ടത്. ബി. ചോദ്യം: Why was the old man unable to get up? അർത്ഥം: വൃദ്ധന് എഴുന്നേൽക്കാൻ കഴിയാഞ്ഞത് എന്തുകൊണ്ടാണ്? ഉത്തരം: ദി ഓൾഡ് മാൻ വാസ് അണേബിൾ ടു ഗെറ്റ് അപ്പ് ബിക്കോസ് ഹി വാസ് ഇംപീഡഡ് ബൈ ഹിസ് ഇനോമസ് വിങ്സ്. അർത്ഥം: തന്റെ കൂറ്റൻ ചിറകുകൾ തടസ്സമായതിനാലാണ് വൃദ്ധന് എഴുന്നേൽക്കാൻ കഴിയാതിരുന്നത്. സി. ചോദ്യം: ദ കപ്പിൾ കൺസിഡർ ദി ഓൾഡ് മാൻ എ ലോൺലി കാസ്റ്റവേ. വൈ? അർത്ഥം: ദമ്പതികൾ ആ വൃദ്ധനെ ഒരു ഏകാന്തനായ അപകടത്തിൽപ്പെട്ട യാത്രികനായി കരുതിയത് എന്തുകൊണ്ട്? ഉത്തരം: They considered him a lonely castaway because he was dressed like a ragpicker. He answered in an incomprehensible dialect with a strong sailor's voice, and they concluded that he was from some foreign shipwrecked by the storm. അർത്ഥം: അദ്ദേഹം ഒരു ആക്രി പെറുക്കുന്നവനെപ്പോലെ വസ്ത്രം ധരിച്ചിരുന്നതിനാലും നാവികന്റേതുപോലുള്ള ശക്തമായ ശബ്ദത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത ഭാഷയിൽ സംസാരിച്ചതിനാലും കൊടുങ്കാറ്റിൽ തകർന്ന ഏതെങ്കിലും വിദേശ കപ്പലിൽ നിന്നുള്ള ആളാണെന്ന് അവർ ഉറപ്പിച്ചു. ഡി. ചോദ്യം: Why was the neighbor woman sure that the old man was an angel? അർത്ഥം: ആ വൃദ്ധൻ ഒരു മാലാഖയാണെന്ന് അയൽക്കാരിക്ക് ഉറപ്പായതിന്റെ കാരണമെന്ത്? ഉത്തരം: The neighbor woman was sure he was an angel because all she needed was one look to tell them their mistake, and she told them he is an angel who must have been coming for the child. അർത്ഥം: അവരുടെ തെറ്റ് തിരുത്താൻ അയൽക്കാരിക്ക് ഒരൊറ്റ നോട്ടം മാത്രമേ വേണ്ടി വന്നുള്ളൂ. ആ കുട്ടിക്ക് വേണ്ടി വന്നൊരു മാലാഖയാണിതെന്ന് അവർ ദമ്പതികളോട് പറഞ്ഞു. എഫ്. ചോദ്യം: Why did Pelayo arm himself with a club? അർത്ഥം: പെലായോ ഒരു വടി, ക്ലബ്, എടുത്തതെന്തിനാണ്? ഉത്തരം: Pelayo armed himself with his bailiff's club to watch over the old man all afternoon from the kitchen. അർത്ഥം: അടുക്കളയിലിരുന്ന് ഉച്ചകഴിഞ്ഞ് മുഴുവൻ ആ വൃദ്ധനെ നിരീക്ഷിക്കാൻ വേണ്ടിയാണ് പെലായോ തന്റെ ഉദ്യോഗസ്ഥ വടി കൈവശം വെച്ചത്. എഫ്. ചോദ്യം: What made the couple suddenly decide to treat the man with some kindness? അർത്ഥം: ആ മനുഷ്യനോട് കുറച്ച് കാരുണ്യം കാണിക്കാൻ ദമ്പതികളെ പ്രേരിപ്പിച്ചതെന്താണ്? ഉത്തരം: They decided to be kind, felt magnanimous, after their sick child woke up without a fever and with a desire to eat. അർത്ഥം: പനി മാറി തങ്ങളുടെ അസുഖബാധിതരായ കുട്ടി എഴുന്നേൽക്കുകയും ആഹാരം കഴിക്കാൻ താൽപ്പര്യം കാണിക്കുകയും ചെയ്തപ്പോഴാണ് ദമ്പതികൾക്ക് കാരുണ്യം തോന്നിയത്. ജി. ചോദ്യം: Why does Pelayo lock the old man in the chicken coop? അർത്ഥം: പെലായോ ആ വൃദ്ധനെ കോഴിക്കൂടിൽ അടച്ചത് എന്തുകൊണ്ടാണ്? ഉത്തരം: Pelayo dragged the old man out of the mud and locked him up with the hens in the chicken coop before going to bed. അർത്ഥം: ഉറങ്ങാൻ പോകുന്നതിനു മുൻപ് പെലായോ ആ വൃദ്ധനെ ചെളിയിൽ നിന്നും വലിച്ചിഴച്ച് കോഴികളോടൊപ്പം കോഴിക്കൂട്ടിൽ അടച്ചു. ഡാഷ്. എച്ച്. ചോദ്യം: Why do the people treat the old man like a circus animal? അർത്ഥം: ആളുകൾ ആ വൃദ്ധനെ ഒരു സർക്കസ് മൃഗത്തെപ്പോലെ കണക്കാക്കിയത് എന്തുകൊണ്ടാണ്? ഉത്തരം: The people treat him like a circus animal because they were having fun with him and tossing him things to eat through the openings in the coop as if he were not a supernatural creature. അർത്ഥം: അദ്ദേഹം ഒരു അത്ഭുത ജീവിയാണെന്ന് പരിഗണിക്കാതെ ആളുകൾ അദ്ദേഹത്തെ കളിയാക്കുകയും കൂടിന്റെ വിടവിലൂടെ ആഹാരസാധനങ്ങൾ എറിഞ്ഞുകൊടുത്ത് രസിക്കുകയും ചെയ്തതിനാലാണ് അങ്ങനെ പറയുന്നത്. ഡാഷ്. ഐ. ചോദ്യം: Do you think Elisenda is shrewd and clever? Why? അർത്ഥം: എലിസെൻഡ തന്ത്രശാലിയും ബുദ്ധിമതിയുമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തുകൊണ്ട്? ഉത്തരം:
The text suggests Elisenda is shrewd or clever because she got the idea of fencing in the yard and charging 5 cents for admission to see the angel, which resulted in the couple cramming their rooms with money. അർത്ഥം മുറ്റം വേലികെട്ടി തിരിക്കാനും മാലാഖയെ കാണുന്നതിന് 5 സെന്റ് പ്രവേശന ഫീസ് ഈടാക്കാനുമുള്ള ബുദ്ധി അവൾക്കുണ്ടായി. അതാ ദമ്പതികളുടെ മുറികൾ പണം കൊണ്ട് നിറയാൻ കാരണമായി. അതിനാൽ അവൾ തന്ത്രശാലിയാണെന്ന് പറയാം. ഡാഷ് ജി. ചോദ്യം. His only supernatural virtue seemed to be patience. Why does the author say so? അർത്ഥം ക്ഷമ മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഏക ദൈവിക ഗുണം എന്ന് എഴുത്തുകാരൻ പറയാൻ കാരണമെന്ത്? ഉത്തരം. The author says this because the old man was quite patient when the hens pecked at him and when the cripples pulled out his feathers. He remained patient even when the most merciful threw stones at him. His only other supernatural feature, wings, was dirty and half-plucked. അർത്ഥം കോഴികൾ കൊത്തിയപ്പോഴും ശാരീരിക വൈകല്യമുള്ളവർ തൂവലുകൾ പറിച്ചെടുത്തപ്പോഴും വൃദ്ധൻ വളരെ ക്ഷമയോടെയിരുന്നു. ഏറ്റവും കാരുണ്യമുള്ളവർ എന്ന് പറയപ്പെടുന്നവർ പോലും കല്ലെറിഞ്ഞപ്പോൾ അദ്ദേഹം ക്ഷമിച്ചു. അദ്ദേഹത്തിന്റെ ആകെയുള്ള മറ്റൊരത്ഭുത പ്രതിഭാസമായ ചിറകുകളാകട്ടെ അഴുക്കുപിടിച്ചതും പകുതിയും പറിച്ചെടുക്കപ്പെട്ട നിലയിലുമായിരുന്നു. കെ. ചോദ്യം. Why do more people flock to see the woman rather than the old man? വൃദ്ധനേക്കാൾ കൂടുതൽ ആളുകൾ ആ സ്ത്രീയെ, ചിലന്തി സ്ത്രീയെ കാണാൻ തടിച്ചുകൂടിയതെന്തുകൊണ്ടാണ്? ഉത്തരം. More people flock to see the woman because the admission fee to see her was less than the fee to see the angel. Also, they were permitted to ask her all manner of questions about her absurd state. അർത്ഥം മാലാഖയെ കാണുന്നതിനേക്കാൾ കുറഞ്ഞ പ്രവേശന ഫീസായിരുന്നു ആ സ്ത്രീയെ കാണാൻ. കൂടാതെ അവളുടെ വിചിത്രമായ അവസ്ഥയെക്കുറിച്ച് എന്ത് ചോദ്യങ്ങൾ ചോദിക്കാനും ആളുകൾക്ക് അനുവാദമുണ്ടായിരുന്നു. എൽ. ചോദ്യം. Why is the doctor surprised by the logic of the wings? ചിറകുകളുടെ ലോജിക്, ക്രമീകരണം കണ്ട് ഡോക്ടർ അത്ഭുതപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഉത്തരം. The doctor was surprised by the logic of the wings because they seemed so natural on that completely human organism, and he couldn't understand why other people didn't have them too. അർത്ഥം ആ മനുഷ്യശരീരത്തിൽ ആ ചിറകുകൾ അത്രത്തോളം സ്വാഭാവികമായിട്ടാണ് കാണപ്പെട്ടത്. എന്തുകൊണ്ടാണ് മറ്റുള്ള മനുഷ്യർക്കും ഇതുപോലെ ചിറകുകളില്ലാത്തതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എം. ചോദ്യം. Why does Elisenda let out a sigh of relief? എലിസെൻഡ ഒരു ദീർഘശ്വാസം ആശ്വാസത്തോടെ വിട്ടത് എന്തുകൊണ്ടാണ്? ഉത്തരം. Elisenda lets out a sigh of relief when she watches the angel pass over the last houses. She is relieved because he was no longer an annoyance in her life. അർത്ഥം മാലാഖ ആ നാട്ടിലെ അവസാനത്തെ വീടിനും മുകളിലൂടെ പറന്നുപോകുന്നത് കണ്ടപ്പോഴാണ് എലിസെൻഡ ആശ്വാസത്തോടെ ദീർഘശ്വാസം വിട്ടത്. തന്റെ ജീവിതത്തിൽ ഇനി ആ മനുഷ്യനൊരു ശല്യമായി ഉണ്ടാവില്ല എന്നതായിരുന്നു അവളുടെ ആശ്വാസം. സ്റ്റുഡൻസ്, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലെറ്റ്സ് റിവൈൻഡ് എന്ന ശീർഷകത്തിന് താഴെയുള്ള ചോദ്യങ്ങളാണ്. നമ്മൾ വായിച്ച കഥ മനസ്സിൽ ഓർത്തുകൊണ്ട് വേണം ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ. നമുക്ക് ഓരോ ചോദ്യമായി നോക്കാം. ഒന്നാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ ഓൾഡ് മാൻസ് റോൾ ഇൻ ദ സ്റ്റോറി? ഹൗ ഡസ് ഹിസ് പ്രസൻസ് അഫക്റ്റ് പെലായോസ് ഫാമിലി? ഈ കഥയിൽ ആ വൃദ്ധന്റെ പങ്കെന്താണ് എന്നാണ് ആദ്യ ഭാഗം ചോദിക്കുന്നത്. അയാൾ വെറുമൊരു കഥാപാത്രമാണോ അതോ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അയാൾക്ക് എന്തെങ്കിലും പ്രത്യേക പങ്കുണ്ടോ? ചോദ്യത്തിന്റെ രണ്ടാം ഭാഗം ചോദിക്കുന്നത് ഈ വൃദ്ധന്റെ വരവ് അല്ലെങ്കിൽ സാന്നിധ്യം പെലായോയുടെ കുടുംബത്തെ എങ്ങനെയൊക്കെയാണ് ബാധിച്ചത് എന്നാണ്. അയാളുടെ വരവോടെ ആ കുടുംബത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണുണ്ടായത്? രണ്ടാമത്തെ ചോദ്യം. മെൻഷൻ എനി 2 traits ഓഫ് ദ ഓൾഡ് മാൻ ദാറ്റ് ഇംപ്രസ് യു. ആ വൃദ്ധന്റെ സ്വഭാവത്തിലോ രൂപത്തിലോ നിങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന 2 പ്രത്യേകതകൾ ഏതെല്ലാമാണെന്ന് എഴുതാനാണ് ഈ ചോദ്യം ആവശ്യപ്പെടുന്നത്. മൂന്നാമത്തെ ചോദ്യം. വാട്ട് എലമെന്റ്സ് ഓഫ് ദ സ്റ്റോറി ഡു യു കൺസിഡർ മാജിക്കൽ? വൈ? നമ്മൾ പഠിച്ച മാജിക്കൽ റിയലിസം എന്ന ആശയവുമായി ബന്ധപ്പെട്ട ചോദ്യമാണിത്. ഈ കഥയിലെ ഏതൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ സംഭവങ്ങളാണ് നിങ്ങൾക്ക് മാജിക്കൽ, അതായത് അത്ഭുതകരം അല്ലെങ്കിൽ മാന്ത്രികമായി തോന്നിയത്? അത് മാജിക്കലാണെന്ന് തോന്നാനുള്ള കാരണം എന്താണ്? നാലാമത്തെ ചോദ്യം. ഡിസ്ക്രൈബ് ദ ഓൾഡ് മാൻസ് ഫസ്റ്റ് ക്ലംസി അറ്റംപ്റ്റ്സ് അറ്റ് ഫ്ലൈറ്റ്. ആ വൃദ്ധൻ ആദ്യമായി പറക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ വിവരിക്കാനാണ് ഈ ചോദ്യം ആവശ്യപ്പെടുന്നത്. ക്ലംസി അറ്റംപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ തുടക്കത്തിലുണ്ടായ ആടിയുലഞ്ഞുള്ള അത്ര സുഗമമല്ലാത്ത ശ്രമങ്ങൾ എന്നാണ് അർത്ഥം. അയാൾ എങ്ങനെയൊക്കെയാണ് ചിറകടിച്ചുയരാൻ പാടുപെട്ടത് എന്ന കഥ വിവരിച്ചെഴുതണം. അഞ്ചാമത്തെ ചോദ്യം. വാട്ട് ഹാപ്പൻസ് ടു ദ ഓൾഡ് മാൻസ് പോപ്പുലാരിറ്റി ഇൻ ദ കോഴ്സ് ഓഫ് ടൈം? സമയ കടന്നുപോകലിൽ ആ വൃദ്ധന് ജനങ്ങൾക്കിടയിലുണ്ടായിരുന്ന പ്രശസ്തിക്ക് അല്ലെങ്കിൽ ജനപ്രീതിക്ക് എന്തു മാറ്റമാണ് സംഭവിച്ചത്? തുടക്കത്തിലുണ്ടായിരുന്ന അതേ താൽപ്പര്യം ആളുകൾക്ക് പിന്നീട് അയാളോടുണ്ടായിരുന്നോ അതോ കുറഞ്ഞുപോയോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ആറാമത്തെ ചോദ്യം. പിക്ക് ഔട്ട് ഇൻസ്റ്റൻസസ് ഓഫ് ദ ഫോളോയിങ് ഫ്രം ദ സ്റ്റോറി. ഇമേജറി,
സിമിലി, മാജിക്കൽ എലമെന്റ്സ്. ഇതൊരു ആക്ടിവിറ്റിയാണ് കുട്ടികളെ. കഥയിൽ നിന്നും താഴെ പറയുന്ന 3 കാര്യങ്ങൾക്ക് ഉദാഹരണങ്ങളായ വരികൾ അല്ലെങ്കിൽ വാക്കുകൾ നമ്മൾ കണ്ടെത്തണം. ഒന്നാമത്തേത് ഇമേജറി. ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ തെളിയിക്കുന്ന തരത്തിലുള്ള വർണ്ണനകൾ. ഉദാഹരണത്തിന് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട് എനോർമസ് വിങ്സ്, അതായത് ഭീമാകാരമായ ചിറകുകൾ. രണ്ടാമത്തേത് സിമിലി. പോലെ എന്ന് കാണിച്ച് ഉപമിക്കുന്ന വരികൾ. ഉദാഹരണത്തിന് ലൈക്ക് എ റാഗ് പിക്കർ, അതായത് ഒരാക്രി പെറുക്കുന്നവനെ പോലെ. മൂന്നാമത്തേത് മാജിക്കൽ എലമെന്റ്സ്, കഥയിലെ മാന്ത്രികമായ ഘടകങ്ങൾ. ഉദാഹരണത്തിന് വിങ്സ്, അതായത് ചിറകുകൾ. ഏഴാമത്തെ ചോദ്യം. ദി ഓൾഡ് മാൻ ഫൈനലി മാനേജസ് ടു ഫ്ലൈ അവേ. എലിസെൻഡ വാച്ചസ് ഹിം ടിൽ ഹി ഡിസപ്പിയേഴ്സ്. യു മേ ഡിസ്കസ് ഇൻ ഗ്രൂപ്സ് ആൻഡ് അറ്റംപ്റ്റ് ഓൾട്ടർനേറ്റീവ് എൻഡിങ്സ് ടു ദ സ്റ്റോറി. കഥയുടെ ഒടുവിൽ ആ വൃദ്ധൻ എങ്ങനെയൊക്കെയോ പറന്നുയർന്നു പോകുന്നുണ്ട്. എലിസെൻഡ അയാൾ കണ്ണിൽ നിന്നും മറയുന്നതുവരെ നോക്കി നിൽക്കുന്നുമുണ്ട്. ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ചർച്ച ചെയ്ത് ഈ കഥയ്ക്ക് മറ്റൊരവസാനം, അതായത് ഓൾട്ടർനേറ്റീവ് എൻഡിംഗ് നിർദ്ദേശിക്കാൻ പറ്റുമോ? കഥ ഇങ്ങനെയല്ലാതെ വേറെ എങ്ങനെ അവസാനിപ്പിക്കാമായിരുന്നു എന്നാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. എട്ടാമത്തെ ചോദ്യം. ഹൂ സഫേഴ്സ് ദ മോസ്റ്റ് ഇൻ ദ സ്റ്റോറി? വാട്ട് ഡസ് ദ സ്റ്റോറി ടെൽ us about the need for compassion? നമ്മുടെ അവസാനത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ കഥയിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടേണ്ടി വന്നത് അല്ലെങ്കിൽ ദുരിതം അനുഭവിച്ചത് ആരാണ്? ചോദ്യത്തിന്റെ രണ്ടാം ഭാഗം ചോദിക്കുന്നത് മറ്റുള്ളവരോട് കരുണ കാണിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച്, അതായത് നീഡ് ഫോർ കമ്പാഷനെക്കുറിച്ച് ഈ കഥ നമുക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നാണ്. ചോദ്യം 1. കഥാപാത്ര നിരൂപണം, ക്യാരക്ടർ മാപ്പിംഗ് ആൻഡ് സ്കെച്ച്. കഥ വീണ്ടും വായിച്ച് വൃദ്ധൻ, പെലായോ, എലിസെൻഡ എന്നിവരുടെ ശാരീരിക പ്രത്യേകതകൾ, ഫിസിക്കൽ ട്രെയ്റ്റ്സ്, സ്വഭാവഗുണങ്ങൾ, പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ്, കഥയിലെ അവരുടെ പ്രാധാന്യം, സിഗ്നിഫിക്കൻസ് എന്നിവ പട്ടികപ്പെടുത്തണം. നൽകിയിട്ടുള്ള ടേബിൾ പൂർത്തിയാക്കിയ ശേഷം ആ വിവരങ്ങൾ ഉപയോഗിച്ച് 3 പേരെയും കുറിച്ച് ലഘുവായ വിവരണങ്ങൾ, ക്യാരക്ടർ സ്കെച്ചസ് തയ്യാറാക്കണം. ചോദ്യം 2. വാർത്താ റിപ്പോർട്ട്, ന്യൂസ് റിപ്പോർട്ട്. വിഷയം: വൃദ്ധനെ പ്രദർശിപ്പിച്ച് പണം ഈടാക്കുന്നതിനെതിരെ നാട്ടുകാരനായ ഒരാൾ പത്രാധിപർക്കെഴുതിയ കഥ അവിടെ നൽകിയിട്ടുണ്ട്. അത് വായിച്ചു നോക്കുക. ഈ കഥിന്റെ അടിസ്ഥാനത്തിൽ പത്രാധിപർ ഒരു റിപ്പോർട്ടറെ അയക്കുന്നു എന്ന് സങ്കൽപ്പിക്കുക. ആ റിപ്പോർട്ടർ തയ്യാറാക്കാൻ സാധ്യതയുള്ള ഒരു വാർത്താ റിപ്പോർട്ട്, ന്യൂസ് റിപ്പോർട്ട് എഴുതണം. ചോദ്യം 3. ഡയറി കുറിപ്പ്, ഡയറി എൻട്രി. വൃദ്ധന്റെ വരവോടെ പെലായോയുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. പെലായോ തന്റെ ആശങ്കകൾ പങ്കുവെച്ചുകൊണ്ട് എഴുതാൻ സാധ്യതയുള്ള ഒരു ഡയറി കുറിപ്പ് തയ്യാറാക്കണം. ചോദ്യം 4. ചിത്രം നോക്കി അടിക്കുറിപ്പ് നൽകുക, ക്യാപ്ഷൻ റൈറ്റിംഗ്. ഈ ഭാഗം പ്രധാനമായും കുട്ടികളുടെ നിരീക്ഷണ പാടവവും ക്രിയാത്മകമായി ചിന്തിക്കാനുള്ള കഴിവും വർദ്ധിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എ. ചിത്രവിശകലനം, പിക്ചർ അനാലിസിസ്. പേജിന്റെ മുകളിൽ നൽകിയിരിക്കുന്ന കൈകൾ കോർത്തുപിടിച്ചിരിക്കുന്ന ചിത്രം ശ്രദ്ധാപൂർവം നോക്കുക. വാട്ട് ഡസ് ദ പിക്ചർ ടെൽ യു എന്ന ചോദ്യത്തിന് താഴെയുള്ള വരികളിൽ ആ ചിത്രത്തെക്കുറിച്ച് ഒരു വാചകം എഴുതണം. ബി. അടിക്കുറിപ്പുകളെ പരിചയപ്പെടൽ, അണ്ടർസ്റ്റാൻഡിംഗ് ക്യാപ്ഷൻസ്. താഴെ ബോക്സുകളിൽ നൽകിയിരിക്കുന്ന 6 വാചകങ്ങൾ വായിക്കുക. 1. ബിലീവ് ഇൻ ദി ഇംപോസിബിൾ. 2. ദ ഫ്യൂച്ചർ ഈസ് നൗ. 3. പാസ്പോർട്ട് ടു അഡ്വെഞ്ചർ. 4. കളേഴ്സ് ഓഫ് ഇമാജിനേഷൻ. 5. മൈൻഡ്ഫുൾ മൊമെന്റ്സ്. 6. ഗുഡ് വൈബ്സ് ഓൺലി. അടിക്കുറിപ്പ് എന്നാൽ എന്ത്? വാട്ട് ഇസ് എ ക്യാപ്ഷൻ? ഒരു ചിത്രത്തിനോ പോസ്റ്ററിനോ കാർട്ടൂണിനോ നൽകുന്ന ലഘുവായ വിവരണത്തെയോ തലക്കെട്ടിനെയോ ആണ് ക്യാപ്ഷൻ എന്നു വിളിക്കുന്നത്. പുസ്തകത്തിൽ നൽകിയിട്ടുള്ള ചിത്രങ്ങൾ, ഉദാഹരണത്തിന് കപ്പലൊഴുകുന്ന കുട്ടി, മൃഗങ്ങൾക്ക് ആഹാരം നൽകുന്ന വൃദ്ധൻ, ശ്രദ്ധാപൂർവം നോക്കുക. ഓരോ ചിത്രത്തിനും അനുയോജ്യമായ അടിക്കുറിപ്പുകൾ, ക്യാപ്ഷൻസ് നൽകണം. ചോദ്യം 5. സമൂഹത്തിന്റെ മനോഭാവം, ആറ്റിറ്റ്യൂഡ് ഓഫ് സൊസൈറ്റി. കഥയിലെ വിവിധ കഥാപാത്രങ്ങൾ, അയൽക്കാരി, ജനക്കൂട്ടം, ഡോക്ടർ തുടങ്ങിയവർ ആ വൃദ്ധനോട് എങ്ങനെയാണ് പെരുമാറിയതെന്ന് ചർച്ച ചെയ്യുക. നൽകിയിട്ടുള്ള പട്ടികയിൽ ഓരോരുത്തരുടെയും പെരുമാറ്റവും മനോഭാവവും എഴുതണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവരോടുള്ള നമ്മുടെ മനോഭാവത്തെക്കുറിച്ചും കാരുണ്യത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും ഒരു ഉപന്യാസം തയ്യാറാക്കണം. ചോദ്യം 6. സ്കിറ്റ് തയ്യാറാക്കുക, സ്കിറ്റ് പ്രിപ്പറേഷൻ. വൃദ്ധമന്ദിരത്തിലെ സുധാമ്മയും അവരെ പരിചരിക്കുന്ന റീതുവും തമ്മിലുള്ള സംഭാഷണം വായിക്കുക. അത് പ്രായമായവർ അനുഭവിക്കുന്ന ഒറ്റപ്പെടലിനെക്കുറിച്ചാണ്. ഈ സംഭാഷണത്തെ അടിസ്ഥാനമാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ പാകത്തിൽ ഒരു ചെറിയ നാടകരൂപം, സ്കിറ്റ് സ്ക്രിപ്റ്റ് തയ്യാറാക്കണം. ചോദ്യം 7. ചിത്രം വിശകലനം ചെയ്യുക, പെയിന്റിംഗ് അനാലിസിസ്. എഡ്വേർഡ് മഞ്ചിന്റെ ദ സ്ക്രീം എന്ന ലോകപ്രശസ്തമായ ചിത്രം ശ്രദ്ധിക്കുക.
ആ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നുന്നു? അത് ഭയമാണോ അതോ നിരാശയാണോ? ആ ചിത്രത്തിലെ വ്യക്തി സംസാരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും പറയുക? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുകയും ചർച്ച ചെയ്യുകയും വേണം.